ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായി ഗൈസ് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കാരണം കുഞ്ഞാവയ്ക്കൊക്കെ ചെറിയ ജലദോഷത്തിന്റെ പ്രശ്നങ്ങളും അഞ്ജുവിന് ചെറിയ ജലദോഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ വീട്ടില് പൊടി കയറുന്നുണ്ട്. നമ്മൾ ഈ രാവിലെ ഡെയിലി വീട് അടച്ചിട്ടിട്ട് പോകുന്നോണ്ടിട്ട് തന്നെ പിന്നെ ഭയങ്കരമായിട്ട് ചൂടുമാണ്, പിന്നെ പൊടി കയറുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു കട്ടില് അല്ലേ, വിചാരിക്കണോ? അങ്ങനെയല്ല, അല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ശീലം ഉണ്ടല്ലോ ഉണ്ടായിരുന്നു, കുറെ നാളായിട്ട് ഇപ്പൊ ഇല്ലായിരുന്നു. അപ്പം അലർജി, പൊടിയുടെ അലർജി എനിക്കും കൊച്ചിനും ഉണ്ട്. എനിക്കുള്ള പോലെ തന്നെ കൊച്ചിനും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. അപ്പം എനിക്കാണിപ്പം മെയിനായിട്ട് വന്നത് കഴിഞ്ഞ ഒരാഴ്ച അല്ലേ, 1.5 ആഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. മോക്കുണ്ട്. അപ്പം എന്തൊക്കെ വീട് മാറിപ്പോകാൻ പറ്റില്ല. അത് പാടായത് കൊണ്ടിട്ട് തന്നെ നമ്മളിപ്പോ കട്ടില് മാറ്റാന്ന് വിചാരിച്ചു. പാടെന്നല്ല, പാടിനേക്കാളും ഉപരി ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ വീട് മാറിപ്പോകാനായിട്ട് എനിക്ക് താല്പര്യപ്പെടും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ നല്ല സൗകര്യമുള്ള വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ തന്നെ എനിക്ക് ആ വീടിനോട് ഇഷ്ടം. അപ്പം ആദ്യത്തെ പടിയായിട്ട് ജനലൊക്കെ തുറന്നിരുന്നത് അടച്ചു വെച്ചു, എന്നിട്ടും പൊടി കയറുന്നു. അപ്പൊ ഇനിയിപ്പോ കട്ടിലും ബെഡും ഒക്കെ ഒന്ന് മാറ്റി നോക്കാന്ന് വിചാരിച്ചു. ഇവിടെ കടയൊന്നുമില്ല. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ബിൻ ദയാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൂക്കുമക്ക ആ ഏരിയയാണ്. റിയാദിലുള്ളവർക്ക് മിക്കവാറും അറിയായിരിക്കും. അവിടെയാണ് ഈ കട്ടിലൊക്കെ നല്ല റീസണബിൾ റേറ്റിൽ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം കട്ടില് മേടിക്കാം. അതിനുള്ള പരിപാടികൾ ആദ്യം നോക്കട്ടെ. സോ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ഇനി കട്ടിൽ കടകൾ തേടിയുള്ള അന്വേഷണങ്ങളാണ്. കീപ് വാച്ചിങ് എവരിവൺ. സോ ഗൈസ്, നമ്മളത് ഫസ്റ്റ് സാധനത്ത് എത്തി. നമ്മള് ബെഡ് മേടിച്ചില്ല. ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം, കട്ടിൽ കാണിച്ചുതരാം. ഇങ്ങനത്തെ കട്ടിലാണ് നമ്മൾ സാധനം എടുത്തത്. വരുമ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ ഈ കട്ടിലപ്പോൾ എടുത്തേക്കണം. ഓക്കെ, അതിൻ്റെ 2 പീസ്. ഇതിപ്പോൾ സിംഗിളാണ്. അപ്പോൾ പുതിയൊരാളിനെ കൂടെ പരിചയപ്പെട്ടു. നിങ്ങൾ പേര് പറ. എവിടെ നാട്ടില്? മണ്ണാർക്കാട്, പാലക്കാട്. ഓക്കെ. അപ്പോൾ പുള്ളി നമുക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേരുടെ കടയിലാണ് നമ്മൾ വന്നത്. ഇതാണ് മാർക്കറ്റ്. ഈ കാണുന്നതാണ് മാർക്കറ്റ്. കാണിച്ചുതരാം. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് മാർക്കറ്റ്. ഇപ്പോൾ തുറന്ന് വരുന്നേ ഉള്ളൂ. തിരക്കായില്ലല്ലേ? ഇനിയിപ്പോൾ ആയി വരത്തല്ലേ ഉള്ളൂ. മരുവിന് ശേഷമാണ് അല്ലേ? പണിയൊക്കെ കഴിഞ്ഞൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്തെ കൊണ്ടിട്ടേക്കണം, അങ്ങനെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കടയിലാണ് സാധനം മേടിച്ചത്. നമ്മൾ ഇതൊക്കെ ഫുള്ള് ബെഡ്ഷീറ്റ്, ബെഡ് കവർ, പല ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മൾ 2 കവർ മേടിച്ചു ബെഡിൻ്റെ. എന്താ वो दे देना, गोल्डन कलर का 2. അതുപോലെ കുറേ സൈസ് സാധനങ്ങൾ. ഇതാണ് നമ്മൾ ആദ്യം നോക്കിയിട്ടാ. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന് വിചാരിച്ചു. ഇരിക്കാനും പറ്റും, കിടക്കാനും പറ്റും. പക്ഷെ അത്ര അങ്ങോട്ട് സ്ട്രോങ് അല്ല സാധനം, കമ്പി ചെറുതാണ്. ഇത് നോക്കി, ഇതിൻ്റെ വലിപ്പം കണ്ടെങ്കിൽ തട്ടില്ല അല്ലേ അഞ്ജു? തരക്കേടില്ല. റേറ്റ് തരക്കേടില്ലാത്തത് അതല്ല. പിന്നെ നമ്മൾ വലിയ കടയിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. എന്നെപ്പോലെ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെയാണ് നല്ലത്. 100 റിയാൽ 200 റിയാൽ സംഭവം കിട്ടും നമുക്ക്. ഞാൻ ഇനിയിപ്പോൾ പോയി വണ്ടി എടുത്തോണ്ട് വെക്കാം. വണ്ടി അപ്പുറത്തെ കിടക്കുന്നത്. ഇത് കണ്ടോ, പ്രസവിച്ച് അടിപൊളി. ഓക്കെ, അവനിപ്പോൾ ഞാൻ പൈസ കൊടുക്കട്ടെ എന്തായിരുന്നാലും. നമുക്ക് പോയി വണ്ടി എടുത്തിട്ട് വരാം. ഈ പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ കാരണം മറക്കല്ലേ. അപ്പോൾ നേരെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഈ ബിന്ദയാൽ ഈ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം മേടിച്ചു കഴിഞ്ഞാൽ വണ്ടി സൗകര്യത്തിന് നമുക്കുള്ള മലയാളിയാണ്. അപ്പോൾ പുള്ളിക്കാരനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഫോർച്യൂണർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോയി വണ്ടി എടുത്ത് നേരെ കറക്കുന്ന സ്ഥലത്തേക്ക് പോട്ടെ. ഒരു 90 മോഡൽ വണ്ടി കണ്ടാൽ ഞങ്ങൾ ഇത്ര കൊല്ലമായി നോക്കി സംഭവം കിടുവായിട്ട് ഓടുന്നുണ്ട്. പൊളിയല്ലേ? ഇതാണ് മാർക്കറ്റ്. കണ്ടോ, ഒരുപാട് പിന്നെ ഈ കട്ടില് തറയിലിടണ മാറ്റ്, ആ വക സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഫുള്ള് സെറ്റായിട്ട് തന്നെ കിട്ടും. അല്ലാതെ യൂസ്ഡ് അല്ല, പക്ഷെ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നല്ല, ഞാൻ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുകയും ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ചത്. എവിടെ? അയ്യോ,
ആ കട ഏതാ? ആദ്യയിലെ കടയിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പം സാധനം കയറ്റിയിട്ട് നമുക്ക് പോവാം. സാധനം മൊത്തം നമുക്ക് മുകളിൽ കയറ്റി റെഡിയാക്കി തന്നു. ഫിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഫിറ്റ് ചെയ്തും തരും. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് വീട്ടിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റാനായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വണ്ടി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി അല്ലേ? വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. നമ്മുടെ പഴയ ജംഷിക്കായ പോലെ തന്നെയാണ് ഒരാൾ. അപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടെ. സോ ഗൈസ്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞത്. ഇപ്പോൾ വീട് മൊത്തം പൊളിച്ചടിക്കിയ അവസ്ഥയാണ് മൊത്തം. അപ്പം നമുക്ക് 2 പുതിയ ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, 2 ഇവർ ബംഗ്ലാദേശാണ്. आपका नाम बोलो? फैसल. और आपका? रजाउल. मुँह दिखाना. ഭയങ്കര പണിയില്ല. മുँह दिखाओ. वही. ഇപ്പം നമുക്ക് AC മൊത്തം ഇളക്കി. പിന്നെ അവർ ഗ്യാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്യാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ഇളക്കിയിട്ട് അത് ഗ്യാസ് ഫില്ല് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി അവർ ഇവിടെ നിന്ന് തന്നെ അത് ചെയ്തു തരും. അപ്പോൾ പിന്നെ നമുക്ക് അധികം പുറത്ത് കൊണ്ടുള്ള പണിയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്തായിരുന്നാലും ഇവിടെ കിടന്ന കട്ടിൽ മൊത്തം എടുത്ത് മാറ്റി. മൊത്തം പൊടിയാണ് കഴിച്ച്. ഇതാണ് ക്ലീൻ ചെയ്യുന്ന ആളാണ്. അത് നമ്മൾ ഈ ബെഡിന് വേറെ കവറും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതൊക്കെ പൊളിച്ചടുക്കി വെച്ചൊക്കെയാണ് ഇവിടെ മൊത്തം. എനിക്കിപ്പോ ഒരു തോന്നുന്നുണ്ട്, വീഡിയോയിലായോണ്ട് പറഞ്ഞ വാക്ക് മാറ്റി പറയില്ലല്ലോ. ഇത് ഈ കവർ ഇടുക എന്നുള്ള ഒരു ചിന്ത റോങ് ആയോണ്ടൊരു ഡൗട്ട് ഉണ്ട്. എന്താ? അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോഴത്തെ കേസ് മൊത്തം എടുത്ത് ഇനിയിപ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പ് ആക്കട്ടെ. അവരെന്നെ ചെയ്തോളൂ, നമ്മൾ അധികം പണി വേണ്ട. അമ്മ ഞാനിപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യണ കാണിക്കുന്നില്ല. അമ്മ സംഭവം ഇവിടെ നോക്കി കഴുകി ക്ലീൻ ചെയ്ത് പുറത്തുകൊണ്ട് വെച്ചേക്കുക. നീറ്റായിട്ട് സാധനം ചെയ്തു. വെളിയിലോട്ട് വെള്ളമൊന്നും വീഴാണ്ട് മാക്സിമം നോക്കി നമ്മുടെ ബാത്റൂമിനകത്ത് വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ അമ്മ നിൽക്കണോണ്ട് പറയില്ല, പക്ഷെ സംഭവം നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഒരുത്തൻ്റെ നമ്പർ, ഫൈസലല്ലേ അവൻ്റെ പേര്? ഫൈസലിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ നിറക്കട്ടെ, അതൊക്കെ ഞാൻ കാണിച്ചില്ല. അപ്പോഴത്തേക്ക് കഴിച്ച് ഞാൻ ബംഗാളിക്ക് മലയാളി വെള്ളം അടിച്ചിട്ട്. പിന്നെ വീടിന്റെ അവസ്ഥ നോക്കരുത്. ഇപ്പൊ വീടിന്റെ അവസ്ഥ കാണിക്കാൻ പറ്റാത്ത കാര്യം. പുതിയതായിട്ടൊരു വീട് ഷിഫ്റ്റ് ചെയ്ത് വന്ന പോലെ ഉണ്ടല്ലേ. ടോപ്പ് ടു ബോട്ടം ക്ലീനിങ് ആണ്. നല്ല പണി അമ്മ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ഉചിതമായ തീരുമാനം വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല തണ്ണിമത്തൻ ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ സ്പെഷ്യൽ. സുഖം കഴിച്ച് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഓക്കെ സാർ, പനി बहुत ठंडी है, इसलिए मैं पूछा था. ഫ്രഷ് ഇനിയിപ്പോൾ തിരിച്ചെടുത്ത് അതിനകത്ത് കയറ്റണം കേട്ടോ. അവിടെ തുടച്ചെടുത്ത് ഇനി അതിനകത്ത് കയറ്റണം. അതാണ് മെയിൻ പരിപാടി. ഗ്യാസ് നിറയ്ക്കണം. സോ ഗൈസ്, ഇനി മൊത്തം ക്ലീനിങ് ആണ്. ഇവിടെ മൊത്തം കുഞ്ഞാവ പെൻസിൽ പേനയൊക്കെ വെച്ചിട്ട് വരച്ചേക്കുന്ന സാധനങ്ങളാണ്. അത് മൊത്തം ഇപ്പോൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി അമ്മ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ അത് അമ്മ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഫെയർ ഇട്ടിട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇളവി അത് വന്നോളും. കുറേയൊക്കെ പോവും, പിന്നെ കുറേയൊക്കെ ഇരിക്കുകയും ചെയ്യും. രാജാവിൽ നിന്നും നോർമലായ അവസ്ഥ. ടേപ്പോ സമയം 11 മണിയായി. പണി ഇരട്ടിപ്പണിയായി. ഇരട്ടിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ
ഹാളിൽ വെച്ചിരുന്ന AC, ഇവിടെ ഇരുന്ന AC ഇപ്പോൾ ഇളക്കി എടുത്തിട്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ നമ്മുടെ ബെഡ്റൂമിൽ വെച്ച AC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഐസ് പിടിച്ചു. അപ്പോൾ ആ AC ഇളക്കിയത് ഇവിടെ കൊണ്ടുവച്ച് ഐസ് പോയി. പിന്നെ അതിനകത്ത് എന്തോ പ്രശ്നം, അപ്പോൾ അത് വർക്ക് ചെയ്യണില്ല. മൊത്തത്തിൽ ഇവിടെ ഇരുന്ന് ഞാൻ ചൂടെടുത്തിട്ട് ഭ്രാന്തായില്ലേ. അതാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തെന്നറിയാം, കാണിച്ചുതരാം. ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്താ തോന്നുന്നത്, ഒന്നും വേണ്ടായിരുന്നു. അതല്ലേ തോന്നുന്നത്. ഇതിങ്ങനെ അടച്ചിട്ടിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറക്കാനാ തോന്നുന്നു. അവിടെ മൊത്തം തുറന്നു കിടക്കുക. ഇത് ബെഡ്റൂമിലിരുന്ന AC ആണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതിൽ കണ്ട കുറച്ച് ഐസ് ഇരിക്കണ കണ്ട, ഫ്രണ്ട് മൊത്തം ഐസ് പിടിച്ചു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, അടുക്കളയിൽ കിച്ചണിലൊരു കണ്ട AC ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു, അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ വലിച്ച് തുറന്ന് AC എടുത്ത് വീണ്ടും എന്ത് കഴുകൽ കണ്ടോ കൊണ്ടിട്ട് കഴുകുക. ഇവിടെ ഇപ്പം എന്തായിരുന്നാലും നമ്മൾ ഹോളിൽ ഇരുന്ന AC ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ ഇപ്പം അടിപൊളിയായി അല്ലേ? ഇവിടെ ഇപ്പൊ അടിപൊളിയായി. പക്ഷെ പറന്നു പോകുന്നതാണ്. നല്ല കാറ്റും തണുപ്പുമായി വന്ന് ഇത് നോക്കിയാണ്. ഇതൊക്കെ ഇനി എന്ന് വൃത്തിയാക്കിയിട്ട് എപ്പോ കിടക്കാനാണോ ഉണ്ട്. ഇവിടെ മൊത്തം വീണ്ടും ഒഴുക്കായി. നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് വേറെ വീട് എടുത്താലോ? എവിടെയെങ്കിലും ഒരു വീട് കിട്ടുമോ? അല്ല വിനാമെ വിളിച്ചു വരുത്തണം, ടാക്സി പിടിച്ചെങ്കിൽ പോര്. ഹോസ്റ്റലിൽ വേറെ വീടുണ്ടോന്നോ? ഇത് മൊത്തം ഒരു സാധനങ്ങൾ മൊത്തം അലങ്കോലമായി. വീണ്ടും എനിക്ക് ശനിയാഴ്ച വിളിച്ചില്ലേ. സോ ഇതുണ്ട് നമ്മൾ അടുത്ത AC എടുത്ത് വീണ്ടും കയറ്റി. അപ്പോൾ കേസാ ഇത്തിരി നല്ല കാറ്റ് വരുന്നുണ്ട് ഗൈസ്. ഇത് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്ന AC ആണ്. എൻ്റെ പൊന്ന് ഗൈസ്, 3 काम हो गया. ഇതിപ്പോൾ എന്തായിരുന്നാലും സംഭവം ഓക്കെ ആയി. സോ ഗൈസ്, സമയം രാത്രി 12:30 മണി കഴിഞ്ഞു. ഇപ്പോൾ സംഭവം എന്തായിരുന്നാലും നമ്മുടെ ആ AC അവിടെ ഫിറ്റ് ചെയ്തു. പക്ഷേ ആ ഒട്ടിപ്പ് ശരിയായിട്ടില്ല. അത് ഇളവി വീണുകൊണ്ടിരിക്കണം. അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇനി അത് ഇളവി വീണത് അത് കറക്റ്റ് ചെയ്യണം. അവിടുത്തെ AC ഓക്കെയാണ്. ഇപ്പം ഇവിടത്തെയും AC ഓക്കെയാണ് അല്ലേ? എന്തിനാ ഓഫ് ചെയ്യണേ? തണുപ്പ് കൂടുതലായിട്ട് ഈ മരവിപ്പിക്കുന്നു എന്നെ. അങ്ങനെ ഇതാണ് ഇവിടത്തെ അവസ്ഥ. ഇപ്പൊ നോക്കി എന്ന് ശരിയാക്കും. എന്തോ എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല എങ്ങനെ ശരിയാക്കും. അത് ശരിയാക്കാതെ ഇപ്പൊ കിടക്കാനും പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ AC തുറന്നിരിക്കുകയാണ്, കണ്ടോ? അതിന് അടച്ചു വെക്കണം, അതിന് അടച്ചൊട്ടിക്കണം. മേക്കട്ടെ കുറച്ച് പണിയുണ്ട്. അമ്മമാരെന്തായിരുന്നാലും ഞാൻ പിന്നെ വിട്ടയച്ച്. പണി കഴിഞ്ഞ് വന്നവരാണ്. 3 AC ചെയ്ത്, ഒരെണ്ണം ചെയ്യാൻ വന്നവരാ, 2ആയി 3ആയി. പിന്നെ അമ്മരത് അതിൽ കൂടുതലൊന്നും ചെയ്യത്തില്ല. എന്തായിരുന്നാലും സംഭവം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AC അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വന്ന് റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ അത് വിളിച്ച് പറയുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് AC ആണോ അല്ല വിൻഡോ AC ആണോ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. പറഞ്ഞാൽ മാത്രമേ അവർക്കും അത് മനസ്സിലാകത്തുള്ളൂ. അതിനനുസരിച്ചിട്ടേ അവരും സാധനങ്ങളും കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഗൈസ് നീറ്റായി പണി നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊയ്തീൻ നമ്മുടെ രാവിലെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇരിക്കാതില്ലെങ്കിൽ തളർന്ന് മനുഷ്യന്റെ ഉപ്പാടല ഇപ്പം. സോ അതുപോലെ തന്നെ മൊയ്തീൻ നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ എന്താണ് അവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യണം ആൾക്കാർ. അവിടെ കട്ടിലോ ബെഡോ ഒക്കെ മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആ പുള്ളിയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതും ഒരു കാര്യം. സോ എന്തായിരുന്നാലും താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ വാച്ചിങ്. ഇത്രയും നേരം കണ്ടതിന് ഒത്തിരി സന്തോഷം. താഴെ 2 പേരെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഥവാ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് മീ. എന്തായിരുന്നാലും ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്ത് തരും. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എനിക്കിപ്പോഴൊന്നും ഉറക്കമില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വൃത്തിയാക്കിയാൽ മാത്രമേ കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ. കുഞ്ഞാവയുടെ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. Till then, take care and